അർബഅതു അസ്നാഫ്, 4 വിഭാഗം ആളുകളാണ് ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക. ഖിയാമത്ത് നാളാകുന്ന കാലത്ത്, അന്ത്യനാളിൽ അങ്ങനെയാണ്. സലാത്തീനുഹും ലിന്നുസ്ഹ, പൈസക്കാര് പോകുന്നത് ലിന്നുസ്ഹ, ഒരു എന്റർടൈൻമെന്റ്. റമദാനിൽ ഉംറക്ക് എവിടെ പോകുന്ന? റമദാൻ ഇപ്രാവശ്യം ഉംറക്കാണ്. ആരാ പറയണത്? നിസ്കാരമില്ലാത്ത മനുഷ്യന്മാർ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ. പൊയ്ക്കോട്ടെ, അവര് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതൊരു പിക്നിക്. നമ്മൾ ഹജ്ജ് ടൂർ എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം യാത്ര എന്നർത്ഥം. അതിനെ നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല. ഹജ്ജ് ടൂർ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ ഹജ്ജ് ട്രാവൽ എന്ന് പറയാൻ പറ്റുമോ? ഹജ്ജ് ജേർണി അല്ലെങ്കിൽ ടൂർ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ, ലക്ഷ്യം ഇതൊരു രസമായിട്ട് കിടക്കട്ടെ. ആൾക്കാർ കേൾക്കുമ്പോ ഇപ്രാവശ്യം എന്താ റമദാനിൽ ഇപ്രാവശ്യം ഹറമിൽ കൂടാനാണ് പോകണം, നല്ല ലക്ഷ്യത്തോടു കൂടെ പറയണം. പക്ഷേ ജനങ്ങൾ അതൊരു ആനന്ദത്തിന് പറയുന്ന കാലം വരും. പൈസക്കാർ ലിന്നുസ്ഹ, ഒരു പിക്നിക്കിന് പോകുന്ന കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഗ്നിയാഉഹും ലിത്തിജാറ, സമ്പന്നന്മാർ കച്ചവടത്തിന് വേണ്ടി പോകുന്ന കാലം വരും. കച്ചവടം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഉംറക്ക് വിസ അടിച്ച് അവിടെ ജോലിക്ക് പോവുക തന്നെ പറഞ്ഞതിനർത്ഥം. ഉംറ വിസ സ്റ്റാമ്പ് ചെയ്ത് പോവുക, അവിടെ ചെന്ന് മുങ്ങ, എന്നിട്ട് തിജാറ എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ബിസിനസ്സിനാ തിജാറ എന്ന് പറയാ. അത് കച്ചവടം ചെയ്ത് സ്ഥാപനം തുടങ്ങി ഷട്ടർ തുറന്നു വെച്ച് കൊടുത്തിട്ട് വാങ്ങണേന്ന് മാത്രമല്ല തിജാറ. അധ്വാനിക്കുന്നതൊക്കെ തിജാറത്താ. ലിത്തിജാറ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, അങ്ങനെ വരുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ദരിദ്രന്മാർ, അവിടെ ചെന്ന് യാചിക്കാൻ പോകുന്നവരുണ്ട്. ആളറിയാതെ അവിടെ ചെന്ന് മുഅ്മിനീങ്ങൾ മനസ്സ് തുറക്കുന്ന നേരമാണ്. ഒന്ന് കൈനീട്ടിയാൽ വെറുതെ ആവില്ല, പൈസ അങ്ങനെ കിട്ടല്ലേ എന്ന് വിചാരിച്ച് കൈനീട്ടി യാചിക്കാൻ പോകുന്ന കാലം വരും. ഹാഫിളീങ്ങളായ ആളുകൾ ഖുർആൻ ഓതുന്ന മജ്ലിസുകൾ ഹറമിൽ കാണും. അവിടെയൊക്കെ മനോഹരമായ സദസ്സുകൾ ഉണ്ടായി. ഞാൻ വലിയ പണ്ഡിതനാണെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി, ഞാൻ വലിയ ഖാരി ആണെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി പോകുന്ന ഖാരിഈങ്ങളും ഹാഫിളീങ്ങളും അന്ത്യനാളിൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ യാത്രക്ക് നഷ്ടാവില്ലേ? നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉംറക്ക് ഒരുങ്ങിപ്പോ. എന്താ ആകെയിൽ ആവേശം എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കയറലാണ്. പോയതും വന്നതും ഫ്ലൈറ്റിന്റെ കാര്യം മാത്രമേ ഇവർ ചർച്ച ചെയ്യുള്ളൂ. എന്താണ് ഇബാദത്തിന്റെ അവസ്ഥ? എന്താണ് അവിടെ പോയി ചെയ്ത അമൽ? എന്താണ്? മനസ്സിന് വല്ല മാറ്റം വന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലാ പോയി വരുന്നത്. എന്തെങ്കിലും കിട്ടിയോ? സീറോ, ഒന്നുമില്ല. ആ ഒരു യാത്ര അങ്ങനെയൊക്കെയാണെങ്കിൽ ദുബൈക്ക് പോന്നാ പോരെ, അല്ല അബുദാബിക്കൊക്കെ പോന്നാ പോരെ. ഹറമൈനിൽ ചെല്ലും